പ്രകൃതിക്ഷോഭത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോടും വയനാട്ടിലെ ദുരന്തത്തോടും നിഷേധാത്മകമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് LDFും UDFും ഇന്ന് വയനാട്ടിൽ ഹർത്താൽ നടത്തുന്ന സാഹചര്യത്തിൽ വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചത്. വയനാട്ടിൽ തന്നെ ഈ പ്രക്ഷോഭത്തെ ജനങ്ങൾ പൂർണ്ണമായും സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചും മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ തടയുകയും ജനങ്ങൾ ബുദ്ധിമുട്ടിലാവുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇന്ന് വയനാട്ടിൽ ഈ ഹർത്താൽ നടത്താനുള്ള അടിയന്തര സാഹചര്യവും നമുക്കെല്ലാവർക്കും അറിയാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അതിന് തടയിടാമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഈ ഹർത്താൽ ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വെച്ചിട്ടുള്ളത് എന്ന് സാമാന്യമായിട്ടുള്ള ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. വയനാട്ടിലും പാലക്കാടും ചേലക്കരയിലുമൊക്കെ ഉപതെരഞ്ഞെടുപ്പുകളിൽ CPMും കോൺഗ്രസിൻ്റെയും ഒക്കെ മുന്നണികൾ പരസ്പരം മത്സരിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിലും വയനാട്ടിലെ ഹർത്താലിൽ അവർ ഒരുമിച്ചാണ് നടത്തുന്നത്. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രം അത് തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഒന്നാമത്തെ കാര്യം, കേരളത്തിന് കേന്ദ്രത്തിൻ്റെ സഹായം നിഷേധിക്കുന്നു. ഇതാണ് ആരോപണം. കേന്ദ്രം സഹായം നൽകില്ല എന്ന് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കേന്ദ്ര സർക്കാർ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ അത് പറയണം. കേന്ദ്ര സർക്കാർ അങ്ങനെ ആരോടെങ്കിലും എവിടെയെങ്കിലും മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ വാർത്താക്കുറിപ്പിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴോ കേന്ദ്ര സർക്കാർ ഞങ്ങളിനി കേരളത്തിന് സഹായം നൽകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ അറിവിൽ അങ്ങനെ ഒരു കാര്യം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷേ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നുണ്ട്. കേരളത്തിന് ധനസഹായം നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. അതിനിടയിൽ വന്നിട്ടുള്ളൊരു വാർത്ത, അതിതീവ്ര ദുരന്ത മേഖലയായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഉന്നതാധികാര സമിതിയുടെ യോഗം. ആ യോഗം കൂടിയിട്ടില്ല. അത് ഈ മാസം തന്നെ കൂടി തീരുമാനം അറിയിക്കും എന്ന് കേന്ദ്രത്തിന് വേണ്ടിയിട്ട് ഹാജരായിട്ടുള്ള അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. കൊടുക്കില്ല എന്നല്ല പറഞ്ഞത്. എന്താണ് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വിശദീകരിച്ചു. ഇനി ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം ഒക്ടോബർ മാസം 17-ാം തീയതി കൊടുത്ത സത്യവാങ്മൂലം. ആ സത്യവാങ്മൂലത്തിലെ വരികൾ ഞാനൊന്ന് വായിക്കാം. WPC number 28509 of 2024 before the Honorable High Court of Kerala, എറണാകുളം. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന വാചകം, സംസ്ഥാന സർക്കാർ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അതിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ as informed by the state government, they are in the process of PDNA assessment and will submit their detailed memorandum before Government of India for consideration.
The PDNA report along with detailed memorandum is still awaited from Government of Kerala. Once the detailed PDNA report is received, it will be considered by the central government as per laid down procedure. വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ നടപടി എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ PDNA ഇപ്പോഴും കേന്ദ്ര സർക്കാരിന് കിട്ടിയിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു മലയാള പത്രം, പ്രമുഖ മലയാള പത്രം പറഞ്ഞത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്താനന്തര ആവശ്യങ്ങൾ വിലയിരുത്തുന്ന റിപ്പോർട്ട് കേരളം ഉടൻ കേന്ദ്രത്തിന് സമർപ്പിക്കും. ഉടൻ സമർപ്പിക്കും, സമർപ്പിച്ചിട്ടില്ല. പത്രത്തിൽ വന്ന വാർത്ത. ആ വാർത്തയിൽ പറഞ്ഞത് ആ റിപ്പോർട്ട് തയ്യാറാക്കി മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി അത് പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികൾ തീരുമാനിക്കും. ഇനി ഞാൻ ഒരു കാര്യം കൂടി വായിക്കാം. സെപ്റ്റംബർ 15 ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത. The State Disaster Management Authority has identified 4 areas for sectoral assessment as part of the post-disaster need assessment of landslide hit areas of Wayanad. It has also been decided to prepare the PDNA report after collection of data. The report will present sector-wise damage. The cost estimate of the total damage will be included in the report. KSDMA has been entrusted with drafting the report. It will submit the final report to the Ministry of Home Affairs. ഈ റിപ്പോർട്ടിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം മലയാള പത്രത്തിൽ പറഞ്ഞത്. വിലയിരുത്തുന്ന റിപ്പോർട്ട് ഉടൻ കേന്ദ്രത്തിന് സമർപ്പിക്കും എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 15 പറഞ്ഞ അതേ കാര്യത്തിൻ്റെ അടുത്ത ഘട്ടം എവിടെ എത്തി? മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തി. ഇപ്പോൾ അതാണ് സ്ഥിതി.